എന്റെ ഭാഷ പറയാ, എന്തിനാ ദൈവമക്കൾ വെപ്രാളപ്പെടുന്നേ? എന്തിനാ വെപ്രാളപ്പെടുന്നേ? ഇതിപ്പം വെപ്രാളവും പരവേഷവും കയറിയ എന്തെല്ലാം വിഡിത്തമാ വിളിച്ച് വചനത്തിന് നിരക്കാത്തതൊക്കെയാ ഇപ്പൊ പറയാന്. നമുക്ക് MLA വേണം, MP വേണം, എന്താ അത്യാവശ്യമാണെന്ന് അറിഞ്ഞില്ലേ? എന്നതിനാ? നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾക്ക് പാര വരും. എന്നെ പിന്നെ ഇതിനായിട്ട് അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിന്റെ പരുവത്തിന് മിണ്ടരുതേ. പഴമക്കാർ പറയുമ്പോൾ ഉള്ള കഞ്ഞിയും കൂടെ പാറ്റാ വീടുവേ, മിണ്ടണ്ടേ? അതൊക്കെ ഞാൻ അതിന്റെ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. ദൈവത്തിന് മഹത്വം. എടാ, MLA വേണ്ട, MP വേണ്ട, മെമ്പറും വേണ്ട, ആരും വേണ്ട. പിന്നെ എന്നാ ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാ മതി. MLA യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. ഇപ്പോഴുള്ള MLA-മാർക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. മുഖ്യമന്ത്രിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. പ്രധാനമന്ത്രിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. അമിത്ഷായ്ക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. VD സതീശന് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. സ്വോത്രം പിണറായിക്ക് യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടാ പോരെ. എന്നാ ഒരു സങ്കടം? പിന്നെ ദൈവത്തിന് മഹത്വം. നിന്റെ അടുത്തുള്ളവൻ യേശു പ്രത്യക്ഷപ്പെട്ടാ പോരെ. ആണ്ടൊരു തള്ളയുണ്ട് ശശികല, യേശു വന്ന് കലയ്ക്ക് പ്രത്യക്ഷപ്പെട്ടാ പോരെ. ശശികല അത് മതിയെന്ന്. നമ്മളിവിടെ കിടന്ന് കണ്ണനവും ബഹളവും തർക്കവും വാദവും പിന്നെ എന്തുവാ ചോദ്യോത്തരോ എന്തെല്ലാം കൊന്ത്രാക്കൊള്ളിയ. എടാ, ഞാനൊരു കാര്യം പറയാ, നീയും ഞാനും മുട്ടാലിരുന്ന് പോരാടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടും. അല്ലാതെ നെടുക നടന്ന് വോട്ട് പിടിക്കുക, നെടുകട നടന്ന് ഉള്ള എല്ലാവരും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ യോഗത്തിനും ചിലത് വരികയില്ല, കൂട്ടായ്മയ്ക്കും വരികയില്ല. ഇവൻ പിന്നെ പോകേണ്ടിടത്തും എല്ലായിടത്തും എല്ലാവരുടെയും കാര്യമല്ല, പോയേ പറ്റൂ. ജനപ്രതിനിധിയല്ലേ? അതോ IPCയുടെ ആണോ MLA MP? IPCയുടെ അല്ല, ജനപ്രതിനിധിയാ. ഒരു ദേശത്തെ MLA, ഒരു MP അല്ലെ? ഈ മുഖ്യമന്ത്രി ഇപ്പോൾ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാ. അദ്ദേഹം BJPയുടെയോ RSSന്റെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. അപ്പൊ അവർക്ക് പല കാര്യങ്ങളുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയും, നിങ്ങൾ ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഒരു MLA-യോ MP-യോ വന്നാൽ ആ രാജ്യത്തുള്ള നാട്ടിലുള്ള പല കാര്യങ്ങൾക്ക് ഇടപെടണം. അല്ലാതെ നീ കയറി വെച്ച് പറയാം എന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല തേമ്പ് നിന്നെ. അപ്പൊ ചെയ്യേണ്ട കാര്യം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാ, നീയും ഞാനും മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിലവിലുള്ള MLA-യോട് MP-യോടും ദൈവം ഇടപെടും. യേശു പ്രത്യക്ഷപ്പെടുകയല്ലേ? അവൻ അന്ന് പ്രത്യക്ഷപ്പെട്ടവൻ ഇപ്പോഴും പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി അവിടെ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതല്, നീ യേശു പ്രത്യക്ഷപ്പെടാൻ പ്രാർത്ഥിക്ക. സുന്ദർ സിംഗിന് മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്, സാധു സുന്ദർ സിംഗിന് മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. അവൻ കിഴക്കേത്തെരുവിലുള്ള നിനക്കും പ്രത്യക്ഷപ്പെടും. അമേരിക്കയിലുള്ള ബില്ലി ഗ്രാമിനോ അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല യേശു പ്രത്യക്ഷപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ചെങ്ങമനാടുള്ള നിനക്ക് യേശു പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാ. യേശു ക്രിസ്തു ഏകദൈവമാ. യേശു ക്രിസ്തു സത്യദൈവമാ. യേശു ക്രിസ്തു നിത്യദൈവമാ. യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാ. ഇന്ന് രാത്രി യേശു ഒന്ന് പ്രത്യക്ഷപ്പെടട്ടെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിരാശപ്പെടേണ്ട, ചഞ്ചലിക്കരുത് കേട്ടോ. യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി. പക്ഷേ ഉയർത്ത ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട എന്റെ ഭാഷയാ കളി മാറി. എന്തിനാ ഇങ്ങനെ മസിൽ പിടിക്കുന്നേ? പെന്തക്കോസ്തുകാർ ചെറുക്കൊന്ന് പരവേശമാ, ആര് ഭരിക്കുന്നു, അവര് ഭരിക്കുന്നു. എടാ, നീ എന്തിനിങ്ങനെ കിടന്ന്? യേശു പ്രത്യക്ഷപ്പെട്ടാ മതി. അധികാരികൾക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി എന്ന്, ഭരണകർത്താക്കൾക്ക് യേശു എന്ന് പ്രത്യക്ഷപ്പെട്ടാ മതി. അല്ല, ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും യേശു എന്ന് പ്രത്യക്ഷപ്പെടട്ടെ. യേശു ആരുടെയും കുത്തകയല്ലല്ലോ. യേശു മുഴുവൻ ലോകത്തിന്റെയും ദൈവമാ. നിന്റെ കുടുംബത്തിൽ പ്രതികൂല
അനുകൂലമായി നിൽക്കുന്നവർ കാണും. പക്ഷേ അവരെ ശപിക്കും വേണ്ട, പരാജയം വേണ്ട, എതിർക്കണ്ട, പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ ഒന്ന് വെളിപ്പെടണേ. അയലത്തുള്ളവർ ചിലപ്പോൾ പ്രശ്നമുള്ളവരായിരിക്കും. അവരെ ശപിക്കുകയും പരാജയം വഴക്കുണ്ടാക്കാൻ പോകണ്ട. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് പ്രത്യക്ഷപ്പെട്ട യേശുവേ അവർക്കൊന്ന് പ്രത്യക്ഷപ്പെടണം. അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ പിറ്റേന്ന് ഇങ്ങോട്ട് വന്ന് പറയും, ജോർജ് കുട്ടി എന്നോട് ക്ഷമിക്കണം, യേശു എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ദൈവപ്രവർത്തിക്ക് ഇടം കൊടുക്കുന്നില്ലല്ലോ. നമുക്ക് നേരമില്ലല്ലോ. കാല് വന്ന നായെ പോലെ. ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഇന്ന് ഒരു 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇല്ല എങ്കിലും പറഞ്ഞ സമയത്ത് നിർത്തും. ഒന്നും നോക്കണ്ട, നിർത്താൻ പോവുക.